കനത്ത മഴയിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയും ഒക്കെ പരിസരത്ത് വലിയ വെള്ളക്കെട്ടാണ്. ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു പ്രകാശ് ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ? വെള്ളക്കെട്ട് ഒഴിയാനുള്ള എന്തെങ്കിലും ക്രമീകരണം നടത്തേണ്ടി വരുന്നുണ്ടോ? ദിവിഷേ, എറണാകുളത്ത് ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. കഴിഞ്ഞ ഒരു 3 മണിക്കൂറായി മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ തുടർന്നാണ് ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പെരിയാറിലേക്ക് ഒഴുകുന്ന ഒരു തോടുണ്ട്. പക്ഷേ ആ തോടെല്ലാം മാലിന്യങ്ങളെല്ലാം നിറഞ്ഞ് അത് ബ്ലോക്ക് ആയതിനാൽ തന്നെയാണ് ഇപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കാര്യമായി വെള്ളക്കെട്ട് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വെള്ളക്കെട്ട് അതുപോലെ തന്നെ ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥലത്തും ഇപ്പോൾ വെള്ളക്കെട്ടുണ്ട്. അവിടെ സമീപത്തുള്ള വീടുകളിലേക്കെല്ലാം ഈ പെയ്ത്ത് വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. നേരത്തെ ഒരു ചതുപ്പ് പ്രദേശമാണ് ഈ ആലുവ ബസ് സ്റ്റാൻഡൊക്കെ ഇരിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ അവിടെ വെള്ളക്കെട്ട് പതിവായിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 മണിക്കൂറായി ശക്തമായിട്ടുള്ള മഴ, പ്രത്യേകിച്ചും ആലുവയിൽ. ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു കഴിഞ്ഞ 3 മണിക്കൂറത്തെ മഴക്കണക്കെടുത്ത് നോക്കിയാൽ 61.5 മില്ലിമീറ്റർ മഴയാണ് ആലുവയിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന മഴ നിരക്കാണ് ഇതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും മഴ തുടരുന്നുണ്ട്. കൂടുതൽ തുടർന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വെള്ളം ഒഴുകിപ്പോകാതെ സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും വെള്ളപ്പെട്ട് രൂക്ഷമാകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വലിയ രീതിയിലുള്ള ആളുകൾ പോകുന്ന ഒരു ഇടമാണ്. യാത്രക്കാരുൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള യാത്രക്കാർ പ്രദേശത്ത് കൂടെ റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പോൾ തന്നെ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടാൽ കല്ലിട്ടുമാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരു ചെറിയ രീതിയിലുള്ള കല്ലെല്ലാം ഇട്ട് അതിൻ്റെ മുകളിലൂടെയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോൾ മഴ കനക്കുന്നതോടെ ഈ വലിയ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആളുകളെ എത്തിക്കും. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഉടനെ തന്നെ ഈ മുനിസിപ്പാലിറ്റിയുടെ അടക്കമുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. പക്ഷേ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ മഴ തുടങ്ങി. റെയിൽവേ സ്റ്റേഷന്റെയും ബസ് സ്റ്റാൻഡിന്റെയും ഒക്കെ പരിസരത്താണ് വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത്.